മഹാഭാരതം ചരിത്രമോ പുരാണമോ ആകട്ടെ, അതിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന കഥകൾക്ക് നൂതന സാങ്കേതിക വിദ്യകളുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടോ? ബ്രഹ്മാസ്ത്രം ആണവായുധമാണോ? സഞ്ജയൻ CCTV ക്യാമറ പോലെ ആയിരുന്നോ? ഈ കഥകളൊക്കെ മനുഷ്യന്റെ ഭാവിയെ മുൻകൂട്ടി കണ്ടതാണോ? ഇത്തരത്തിലുള്ള കുറച്ച് താരതമ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം. ഭാരതീയ പുരാണങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയേറിയ ആയുധങ്ങളിൽ ഒന്നാണ് ബ്രഹ്മാസ്ത്രം. പ്രകൃതിയുടെ മഹാദുരന്തത്തിന് സമാനമായി ഇതിന്റെ പ്രയോഗം വൻ നാശത്തിന് കാരണമാകുമെന്ന് പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്നു. തൊടുത്തു വിടുമ്പോൾ അത് ഒരു വലിയ തീ പോലെ ജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. മുഴുവൻ സൈന്യങ്ങളെ കത്തിയമർത്താനും വിശാലമായ ഭൂപ്രകൃതികളെ നശിപ്പിക്കാനും ഈ അസ്ത്രത്തിന്റെ ഒരൊറ്റ പ്രയോഗം മതി. വിക്ഷേപിക്കപ്പെടുമ്പോൾ അത് ഭയങ്കരമായ തീജ്വാലകളും ഭയാനകമായ ഇടിമിന്നലുകളും ഉള്ള ഉഗ്രമായ ഒരു അഗ്നിഗോളം സൃഷ്ടിക്കുന്നു. മരങ്ങൾ, മൃഗങ്ങൾ, സമുദ്രങ്ങൾ എന്നിവ വിറയ്ക്കുന്നു. അതേസമയം ആകാശം ജ്വാലകളാൽ ചുറ്റപ്പെടുന്നു. ബ്രഹ്മാസ്ത്രത്തിന്റെ കൂടുതൽ ശക്തമായ വകഭേദമായ ബ്രഹ്മശിരാസ്ത്രത്തിന് ഒരു പ്രദേശത്തെ വിഭവങ്ങളുടെ ഘടന വരെ മാറ്റാൻ കഴിവുണ്ടായിരുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. പരശുരാമൻ, ശ്രീരാമൻ, അർജുനൻ, ഭീഷ്മർ, ദ്രോണാചാര്യർ, അദ്ദേഹത്തിന്റെ മകനായ അശ്വത്ഥാമാവ്, അങ്ങനെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ അസ്ത്രം എങ്ങനെ പ്രയോഗിക്കണം എന്ന് അറിവുണ്ടായിരുന്നുള്ളൂ. നൂതന ആറ്റോമിക് ബോംബുകളെ നമ്മൾ ശാസ്ത്രീയമായി നിർവചിച്ച് നോക്കിയാൽ അതിന് ബ്രഹ്മാസ്ത്രവുമായി ചില സാമ്യതകൾ തോന്നുമെങ്കിലും സൂക്ഷ്മമായി വിശകലനം നടത്തിയാൽ ബ്രഹ്മാസ്ത്രത്തിന്റെ പല സവിശേഷതകളും ആറ്റോമിക് ബോംബുകളിൽ നിലവിലത്തെ ടെക്നോളജി പ്രകാരം ഇല്ലെന്നേ പറയാനാകൂ. ബ്രഹ്മാസ്ത്രം പുതിയ ആറ്റോമിക് ബോംബുകളെക്കാൾ വളരെയധികം ശാസ്ത്രീയമായി അഡ്വാൻസ്ഡ് ആണ്. ബ്രഹ്മാസ്ത്രം മന്ത്രങ്ങളാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ ആറ്റോമിക് ബോംബുകൾ ഇപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ ആറ്റോമിക് ബോംബുകൾ നിലവിലത്തെ ടെക്നോളജി വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യം തൊടുത്താൽ അല്ലെങ്കിൽ ഫയർ ചെയ്താൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. ബ്രഹ്മാസ്ത്രവും ആറ്റോമിക് ബോംബും ഉണ്ടാക്കുന്ന പുകയുടെ ഷേപ്പ് ഏകദേശം ഒരേപോലെ ആണ് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. ആറ്റോമിക് ബോംബ് ഒരു സ്ഥലത്ത് വീണാൽ ആ സ്ഥലത്തുള്ള ജീവികൾ, മനുഷ്യനുൾപ്പെടെ റേഡിയോ ആക്ടിവിറ്റിക്ക് വിധേയരാകുന്നു. എന്ന് വെച്ചാൽ കോശത്തിന്റെ വ്യതിയാനങ്ങൾക്ക് വരെ അത് കാരണമാകുന്നു. അത് കാരണം പല ആളുകൾക്കും അവരുടെ വരും തലമുറകൾക്ക് പോലും ക്യാൻസർ പിടിപെടുന്നു. ഇതിന്റെ അടിസ്ഥാനം ന്യൂക്ലിയർ ഫിഷൻ അഥവാ അണുവിഘടനം ആണ്. ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രയോഗം ഒരു ജനിതക വ്യതിയാനം ഉണ്ടാക്കിയിട്ടുള്ളതായി പുരാതന ഗ്രന്ഥങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ നമുക്ക് അറിവില്ല. ന്യൂക്ലിയർ ഫ്യൂഷൻ പോലെയുള്ള എന്തോ ഒരു ടെക്നോളജി ആയിരിക്കണം അതിനു കാരണം. വളരെ അധികം പരിശീലനം ലഭിച്ചിട്ടുള്ള, ആത്മസംയമനം പാലിച്ച വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ അറിവുണ്ടായിരുന്നത്. എന്നാൽ ആറ്റോമിക് ബോംബുകൾ ഡെറ്റോണേറ്റ് ചെയ്യാൻ ലോകശക്തികൾക്കും ചില തീവ്രവാദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് പോലും ഇന്ന് കഴിവുണ്ട്. സയൻസറിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ദയവായി കമന്റ് ചെയ്യുക.